ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇവിടെ ഉള്ളത് ചെന്നൈയിലാണ്. തമിഴ്നാട്ടായ ചെന്നൈ. ഞാൻ ചെന്നൈയിലേക്ക് എങ്ങനെ വന്ന വെച്ചെങ്കിൽ വെസ്റ്റ് കോസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിലാണ്. വെസ്റ്റ് കോസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് എല്ലാ ദിവസം 12:30 കാനങ്ങാട് എത്തുന്ന ഒരു ട്രെയിനാണ്. കാനങ്ങാട് വരുന്ന ഒരു ട്രെയിൻ. മംഗലാപുരത്തുനിന്ന് ചെന്നൈയിലേക്ക് പോകുന്ന ചെന്നൈ വെസ്റ്റ് കോസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിലാണ് ഞാൻ ചെന്നൈയിലേക്ക് എത്തിയപ്പെട്ടത്, ചെന്നൈയിലേക്ക് വന്നത്. ഇനി ഇവിടുന്ന് ഗ്രാങ് താക്ക് ശരിക്കും ആ ട്രെയിൻ ഇവിടുത്തെ ട്രെയിനെ പോയി എനിക്ക് അറിയില്ല കേട്ടാ. ആ ഒരാൾ പറഞ്ഞാണ് ഗ്രാങ് താക്ക്. ആ ട്രെയിനിൽ യാത്ര. ആ ട്രെയിനിലാണ് അസർത്താൻ നിസാമുദ്ദീൻ ന്യൂഡൽഹിയിലേക്ക് പോകുന്നതാണ്. ഇവിടെ ഒരു കോഫി മേടിച്ചിട്ടതാണ്. ഇവിടെ ഒരു കോഫി മേടിച്ച് അസർത്താൻ നിസാമുദ്ദീൻ ന്യൂഡൽഹിയിലാണ് ഇന്ന് പോകുന്നത്. ഗ്രാങ് താക്ക് LHB ട്രെയിനാണ്. LHB ട്രെയിൻ. ആ ട്രെയിനിലാണ് യാത്ര. LHB ഇതാ വരുന്നുണ്ട്. വെള്ള കറണ്ടും തോന്നും കേട്ടോ, വെള്ള എഞ്ചിനും. ഗ്രാങ് താങ്ക് LHB ട്രെയിൻ. അസർത്താൻ നിസാമുദ്ദീൻ സാസ്യമാക്കി പോകുന്നതാണ്. നമ്മളെ കൂടെ 80 ആളുണ്ട്. 80 ആള് 80 ആള് വെച്ച് യാത്ര മലയാളികള്. ഇവിടെ നോക്ക്, നല്ല മഴ പെയ്യുന്നുണ്ട് ഇപ്പൊ. ഇവിടെ ഒരു വേനൽ മഴ പിടിച്ചിട്ടുണ്ട്, കണ്ട? വേനൽ മഴ പിടിച്ച്. ഇതൊരു വേനൽ മഴയാണ് പറയുന്നത്. ശരിക്കുള്ള മഴ ജൂൺ മാസത്തിൽ വരാനുണ്ട്, അതായിട്ടില്ല. ശരിക്കുള്ള മഴ വരുന്നത് ജൂൺ മാസത്തിലാണ്. ട്രെയിൻ ഇവിടുന്ന് ഡിപ്പാർട്ടായി നിൽക്കുന്നു ചെന്നൈന്. ചെന്നൈ സെൻട്രലിന് ഡിപ്പാർട്ടായി. മഴ ഇനി ഞാൻ തിരിച്ച് നാട്ടിലേക്ക് എത്തുന്നത് ജൂൺ 2-ാം തീയതിയാണ്. ജൂൺ 2-ാം തീയതി എവിടെയാണോ നാട്ടിലേക്ക് പിരിയും. ഇപ്പോൾ ഇത് മെയ് 25, ഇത് 25. ഇനി 25, 26, 27, 28, 29, 30, 31, 1, 2-ാം തീയതി നാട്ടിലേക്ക് എത്തും. അപ്പോൾ ഈ 8 ദിവസം കേരളത്തിൽ ഞാൻ ഉണ്ടാകുന്ന നിൽക്കില്ല. 8 ദിവസം കേരളത്തിൽ ഉണ്ടായില്ല. ഇപ്പം ഞാൻ പോവാങ്ങിയത് നിസാമുദ്ദീനാണ്. പിന്നെ നമുക്ക് നോക്കാം എവിടെ പോകുന്നത്. ഇനി ഒരുപാട് വീഡിയോസ് എല്ലാം വരാനുണ്ട്. കേരള വിട്ടിട്ടില്ല വീഡിയോസ്. ട്രെയിൻ ഇപ്പോൾ നേരം എടുത്തായി നിൽക്കുന്നു. എടുത്തു പിടിച്ച് ഏതോ ഒരു റെയിൽവേ സ്റ്റേഷൻ. എനിക്ക് വരെ അറിയില്ല ഈ റെയിൽവേ സ്റ്റേഷനിൽ. ഞാൻ ഇത് ആദ്യമായിട്ടാണ് വരുന്നത്. എനിക്ക് കേരളത്തിൽ ഓടുന്നത് മാത്രമേ അറിയാറില്ലൂ, ബാക്കിയൊന്നും അറിയുന്നില്ല. കേരളത്തിൽ ഓടുന്നത് ഈ ട്രെയിനിൻ്റെ പേര് വരെ എനിക്ക് അറിയുന്നേ ഇല്ല. ഒരാൾ പറഞ്ഞാണ് ഇത് ഗ്രാങ് താക്ക്. ഗ്രാങ് താക്ക് ഇവിടുന്ന് ഞാനിതാ 2 വിസാല എന്തോ മേടിച്ചതാണ്. കഴിഞ്ഞപ്പോൾ കഴിക്കുന്നു. ഏതോ ഒരു ഏരിയയിലേക്ക് എത്തി. എനിക്കറിയില്ല ഏരിയ ഏതാണെന്ന്. ഏതോ ഏരിയയിൽ സഞ്ചരിച്ച് പോകുന്നുണ്ട്. അവിടെ നോക്ക്, ഇഷ്ടം പോലെ ലൈറ്റെല്ലാം ഉണ്ട്. ബിൽഡിങ് അന്തെന്ന് ആടെ അറിയാത്തതല്ല. ഇവിടുന്ന് ഞാനിപ്പോൾ കടല മേടിച്ച്. ഇതാ കടല മേടിച്ച്. ഇത് വന്ന് 20 രൂപയാണ് കടല.
പിന്നെ എത്ര വരെ ട്രെയിൻ യാത്ര മറന്ന വേറെ കാര്യം പറയാൻ പറഞ്ഞേ. വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ ട്രെയിനിൽ ഇപ്പോൾ ഞാൻ മെയ് 25 കയറിയാണ്. ഇനി ഇത് ന്യൂഡൽഹിയിലേക്ക് എത്തൽ മെയ് 27 2 ദിവസം ട്രെയിൻ യാത്രയിലേക്കും. ട്രെയിനിൽ ഉറങ്ങിപ്പോകാൻ കിട്ടുന്നേക്കും 2 ദിവസം ട്രെയിനിൽ ഉറങ്ങിപ്പോകുന്നേക്കും. ഇത് മെയ് 25 കയറിയതാണ്. ഇനി ആരെ എത്തൽ മെയ് 27 ആണ് എത്തുന്നേക്കും. 27 രാവിലെ അടുത്തേക്ക് എത്തും ഈ ട്രെയിൻ. മെയ് 26 യാത്രയിൽ തന്നെ ഉണ്ടാവും ട്രെയിൻ യാത്ര. നാളെയും ട്രെയിൻ യാത്രയായിരിക്കും മെയ് 26. അത് നാളെയും കൂടി കഴിഞ്ഞെങ്കിൽ പിന്നെ എത്തുന്ന സ്ഥലത്തേക്ക് എത്തി. അസർത്താൻ നിസാമുദ്ദീൻ. ഇവിടെ നോക്കാം, ഞാൻ ഒരു ചിക്കൻ ബിരിയാണി മേടിച്ച്. ചിക്കൻ ബിരിയാണി ലാസ്റ്റിലത്തെ ഡിന്നറിന്, രാത്രിയത്തെ ഭക്ഷണത്തിന് ചിക്കൻ ബിരിയാണി എന്താണ് നമുക്ക് നോക്കാം. ചിക്കൻ ബിരിയാണി 2 പീസ് ഉണ്ടാവുന്നു. 2 പീസ് ചിക്കൻ ഉണ്ട്. മസാല എല്ലാം ഉണ്ട്. ചിക്കൻ ബിരിയാണി മസാല ഇതാ. ചിക്കൻ ബിരിയാണി തീർത്ത ചിക്കൻ ബിരിയാണി ടേസ്റ്റ് നല്ല. നമ്മൾ മേടിച്ചാണ് രാത്രിക്ക് വേണ്ടി. ട്രെയിൻ ഇപ്പോൾ ഏതോ ഒരു ഏരിയയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഏത് ഏരിയ എനിക്ക് വരെ അറിയുന്നില്ല. ഇത് ഏർത്ത ഏരിയയാണ്. അപ്പോൾ ഓക്കെ അതെ. ഇതാ ഇപ്പോൾ നേരമ്പലത്ത് നിൽക്കുന്നു. നേരമ്പലത്ത് ഇവിടുന്ന് ഞാൻ ഒരു ചക്കിൻ്റെ പാക്കറ്റ് കൊണ്ട് ഇടാ ഇഡ്ഡലി വട മേടിച്ച്. ഇത് 2 വടയല്ലേ വന്നത്. ഞാൻ മേടിച്ച 3 വടയാണ്. അല്ല സോറി 2 ഇഡ്ഡലിയാണ്. ശരിക്കും പറഞ്ഞാൽ 3 ഇഡ്ഡലി 1 വടയാണ് ഉണ്ടാല്. ഇരിച്ചിട്ട് 1 വടി 2 ഇഡ്ഡലി. ഇതെന്ത് കടിച്ചതാ. അവിടെ സാമ്പാർ ചട്നി ഉണ്ടായിട്ടാണ്. ചട്നി ഉണ്ടാകുന്നുണ്ട്. ട്രെയിനിപ്പോൾ ഏതോ ഒരു ഏരിയയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇപ്പോഴും ട്രാവൽ ചെയ്തിട്ട് പോകുന്നുണ്ട് ഏതോ ഏരിയയിൽ യാത്ര ആയിട്ട്. നമുക്കറിയാത്ത നാടായ പിന്നെന്താണ് സ്റ്റേഷനിലാണ്. ഇപ്പോഴും വേറെ ഏരിയയിലേക്കാണ് ഉള്ളത്. വേറെ ഏതോ ഏരിയയിലേക്ക് ഇപ്പോൾ നല്ലോണം നേരം വെളുത്ത് ഏതോ ഏരിയ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇത് ഏത് സംസ്ഥാനം വരെ എനിക്കറിയില്ല. തമിഴ്നാടെല്ലാം അന്നേ വിട്ടുപോയി. അന്നേ കഴിഞ്ഞ് തമിഴ്നാടെല്ലാം. ഇത് ഏത് സംസ്ഥാനം അറിയുന്നില്ല. ഇനി നമുക്ക് ഒരു കോഫി കുടിച്ചിട്ടേ കാര്യമുള്ളൂ. ഇവിടുന്നാണ് ഒരു കോഫി മേടിച്ച്. കോഫിനൊക്കെ വെഞ്ച് ബിരിയാണി മേടിച്ചത് ഞാൻ കാണിച്ചുതരാം. വെഞ്ച് ബിരിയാണി ഇവിടുന്ന് മേടിച്ചത്. ചിക്കൻ ബിരിയാണി ഉണ്ടായി. ചിക്കൻ ബിരിയാണി വാടാതെ വെഞ്ച് ബിരിയാണി മേടിച്ചത്. ചിക്കൻ ബിരിയാണി അത്ര ശരിയല്ല. വെഞ്ച് ബിരിയാണി പച്ചക്കറി ബിരിയാണി ഇവിടുന്ന് മേടിച്ച്. ഒരു സൈഡ് മസാല, മറ്റേ സൈഡ് ക്രീമീസ്. ഇത് എന്ത് ബിരിയാണി കണ്ട. ഒരു സൈഡ് മസാല ഇതാ, മറ്റേ സൈഡ് ചോറ്. പിന്നെ ഇവിടുന്ന് ഒരു കോഫിയും കൂടി മേടിച്ചു. ആ എരിവിന് കണക്കായിട്ട്. ആ എരിവുണ്ട് തിന്നതിന്. വെഞ്ച് ബിരിയാണി തിന്നില്ല. അതിന് കോഫി മേടിച്ചു. കോഫി ഇതിനൊരു ഗുഡ് ട്രെയിൻ നിൽക്കുന്നുണ്ട് അങ്ങോട്ട്. അസർത്താൻ നിസാമുദ്ദീൻ യാത്രയാക്കിക്കൊണ്ടാണ് പോകാൻ നോക്കുന്നത്. ന്യൂഡൽഹി
അത് കഴിഞ്ഞ പിന്നെ രാജസ്ഥാനിലും പോകാണ്ട്. രാജസ്ഥാൻ, അജ്മീർ, രാജസ്ഥാൻ അപ്പെല്ലാം കാണാം നമുക്കവിടെ. അജ്മീർ, രാജസ്ഥാൻ. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നേക്കും. അതുപോലെ ബൈ ബൈ.